Good afternoon. Good afternoon, ma'am. Good afternoon. Okay, food ഒക്കെ കഴിച്ചോ എല്ലാവരും? Yes, ma'am. കഴിച്ചിട്ടില്ല. എന്ത് പറ്റി? പിള്ളേര് കുറവാണല്ലോ ക്ലാസ്സിലാണ്. ക്രിസ്മസ് ഒക്കെ ആയതിന്റെ പേരിലാണോ? കുറവാണല്ലോ കുട്ടികള്. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് ബ്ലഡ് ബാങ്ക് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് ആണ് അല്ലെ. ഒന്ന് റിവൈസ് ചെയ്ത് ബ്ലഡ് ബാങ്കിന്റെ കാര്യം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്. Blood bank. This module is developed keeping in view the legal and other requirements of operating the blood banks. It deals in detailed with the blood transfusion centers and the component laboratories and works as an online interactive system. It also generates legal as well as internal operations records. എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാല്? ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനത്തിന്റെ നിയമപരവും മറ്റു ആവശ്യകതകളും കണക്കിലെടുത്തിട്ടാണ് ഈ മൊഡ്യൂള് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അല്ലെ. ഓരോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പല പേഷ്യൻസിന് നമുക്ക് ബ്ലഡുകൾ ആവശ്യമായിട്ട് വരാം. അപ്പൊ അതിന്റെ നിയമപരവും നിയമപരവും ആവശ്യകതകളും കണക്കിലെടുത്തിട്ടാണ് ഈ മൊഡ്യൂൾസ്, ബ്ലഡ് ബാങ്ക് മൊഡ്യൂൾസ് അവിടെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റേഴ്സുകളെയും എന്താ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റേഴ്സുകളെയും കമ്പോണന്റ് ലബോറട്ടറീസുകളെയും കുറിച്ച് ഇത് വിശദമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടും ഓൺലൈൻ ഇന്ററാക്റ്റീവ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് കമ്പോണന്റ്സിനെ കുറിച്ചും ട്രാൻസ്ഫ്യൂഷൻ സെന്റേഴ്സിനെ കുറിച്ചൊക്കെ അത് കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും HIS-ലൂടെ സാധ്യമാണ് നമുക്ക്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താ? donor data entry, details of donors as names, address, contact numbers, blood group are maintained in the system through donors data entry. അപ്പൊ എന്താ പറയുന്നത്? ഈ ദാതാക്കളുടെ അല്ലെ, ഈ ഡോണേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് HIS-ലൂടെ നമുക്ക് ലഭ്യമാണ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും രോഗി സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് ആക്സിഡന്റ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണേഴ്സിന്റെ നെയിം ഓരോ ലിസ്റ്റുകൾ ഉണ്ടാവും ഹോസ്പിറ്റലില്. അത് നോക്കിയിട്ട് അവർ വിളിക്കാറുണ്ട്. രക്തം കൊടുക്കാനായിട്ട് തയ്യാറാണോ, രക്തം കൊടുക്കാനായിട്ട് ആളുകൾ അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇൻഫോം ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ നമ്പേഴ്സ്, അഡ്രസ്, കോൺടാക്ട് നമ്പേഴ്സ്, ഒക്കെ ഈ സിസ്റ്റത്തില് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. The details can be printed as and when required. The mailing list from the available data of donors can be printed for correspondence. അതുപോലെ തന്നെ എന്താണ് ഡീറ്റെയിൽസുകൾ അല്ലെ, ഈ ദാതാക്കളുടെ ലഭ്യമായിട്ടുള്ള ഡാറ്റയിൽ നിന്ന് മെയിലിംഗ് ലിസ്റ്റ് ഇടപാടുകൾ പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് HIS-ൽ നടക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഡാറ്റ എൻട്രി. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഡാറ്റ എൻട്രി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
Investigation data entry refers to the process accurately and systematically recording data collected during an investigation, such as research, medical studies, or audits into a database or system for analysis, tracking, and reporting process. എന്താണ് ഗവേഷണം, അതുപോലെ മെഡിക്കൽ പഠനങ്ങൾ, ഓഡിറ്റുകളെ പോലുള്ള അന്വേഷണ സമയത്ത് ശേഖരിക്കുന്ന ഡാറ്റ വിശകലനം, ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ് ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഡാറ്റാബേസിലേക്കോ സിസ്റ്റത്തിലേക്കോ കൃത്യമായും വ്യവസ്ഥാപിതമായും രേഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇൻവെസ്റ്റിഗേഷൻ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. The various test details are sorted in the system as per the rules of a blood bank. അതുപോലെ തന്നെ എന്താണ് ഈ ബ്ലഡ് ബാങ്കിന്റെ നിയമങ്ങൾ അനുസരിച്ച് വിവിധ പരിശോധനാ വിശദാംശങ്ങൾ സിസ്റ്റത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇനി എന്താ മെയിൻറ്റെയിൻസ് ഡാറ്റ ഓഫ് ഡാറ്റ ഓഫ് ടെസ്റ്റ്. അപ്പൊ ടെസ്റ്റുകളുടെ എല്ലാ ഡാറ്റകളും അല്ലെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഡാറ്റകളും കൃത്യമായിട്ട് സിസ്റ്റത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. Test data details required for blood bank required are stored into the system with a specific result on HIV and HB details. അതുപോലെ തന്നെ എന്താ ഇതാണ് ഈ സിസ്റ്റത്തില് എന്താണ് ടെസ്റ്റ് ഡാറ്റ ഡീറ്റെയിൽസുകൾക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് ബാങ്ക് റെക്കോർഡ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും HIV അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ പോലെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ബ്ലഡ് ബാങ്ക് റെക്കോർഡ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ് ഫെസിലിറ്റേറ്റ് the components level administration of the blood unit. എന്താ പറയുന്നത് ഇവിടെ എന്താണ് ഓരോ ഹോസ്പിറ്റലിലും ഓരോ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിലേക്കോ ഉള്ള ബ്ലഡ് കമ്പോണന്റിന്റെ സംഭരണം, അതുപോലെ തന്നെ വിതരണം, ട്രാക്കിംഗ് എന്നിവയുടെ സൂപ്പർവൈസ്, അതുപോലെ തന്നെ കോർഡിനേറ്റ്, അതെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും അത് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടും നല്ല രീതിയിൽ പോകാനായിട്ട് ഓരോ ഹോസ്പിറ്റലിലും നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടതായിട്ടുള്ള സഹായിക്കുന്നുണ്ട്. ആര് HLS സഹായിക്കുന്നുണ്ട്. HLSയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഓരോ ആശുപത്രിയുടെ ബ്ലഡ് ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് HLS വഴി. പിന്നെന്താ കീപ്പ് എ ട്രാക്ക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്പോസൽ ഓഫ് ദി ഓൾ ബ്ലഡ് ആൻഡ് ദ കമ്പോണൻസ്. എന്താ പറയുന്നത് രക്തത്തിന്റെയും അതിന്റെ ഘടകങ്ങളുടെയും വിതരണമോ ഡിസ്പോസലോ ട്രാക്ക് ചെയ്യുന്നതിന് ശരിയായിട്ടുള്ള മാനേജ്മെന്റ് ഉപയോഗവും ഉറപ്പാക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അത് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടതായിട്ടും അതുപോലെ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ഈ HIS-ലൂടെ ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സിഗ്നൽ എക്സ്പയറി ഡേറ്റ് ആൻഡ് കമ്പോണൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താ പറയുന്നത് ഈ ബ്ലഡിന്റെ കമ്പോണന്റിന്റെ എക്സ്പയറി ഡേറ്റും ക്യാരക്ടറിസ്റ്റിക്സും ട്രാക്ക് ചെയ്യാനായിട്ടും HIS വഴി സാധ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്. ഇനി എന്താണ് റിപ്പോർട്ട്സ്. ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ. എന്താണ് ബ്ലഡിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ? ഓക്കെ, അതാണ് റിപ്പോർട്ട്സിൽ വരുന്നത് ഫസ്റ്റ് വൺ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താ ഡോണർ രജിസ്റ്റർ ആസ് പെർ FDA റിക്വയർമെന്റ്സ്. FDA റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. FDA റിക്വയർമെന്റ്സ്, FDAയുടെ ഫുൾ ഫോം ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. Food and Drug Administration. Food and food, FOOD, Food and Drug Administration. Okay. Food and Drug Administration is a Food and Drug Administration is a
US regulatory, US regulatory, US regulatory agency, responsible for US regulatory agency, responsible for ensuring public health and safety by overseeing various products, comma, including medical devices, including medical devices, pharmaceuticals, and biological products, ഒന്നുകൂടി വായിക്കാം. Food and Drug Administration is a US regulatory agency responsible for ensuring public health and safety by overseeing various products including medical devices, pharmaceuticals and biological products. Okay, medical ഉപകരണങ്ങൾ, pharmaceuticals, biological products, ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് പൊതുജന ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു US നിയന്ത്രണ ഏജൻസിയാണ് FDA അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്നുകൂടി പറയാം, മെഡിക്കൽ ഉപകരണങ്ങള്, ഫാർമസ്യൂട്ടിക്കൽസ്, ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങള് മേൽനോട്ടം വഹിച്ചുകൊണ്ട് പൊതുജന ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു US നിയന്ത്രണ ഏജൻസിയാണ് FDA അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡോണർ രജിസ്റ്റർ ആസ് പെർ FDA റിക്വയർമെന്റ്സ് അല്ലെ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ദാതാക്കളുടെ രജിസ്ട്രേഷൻ പശ്ചാത്തലത്തിന് ദാനം ചെയ്യുന്ന ടിഷ്യൂസ് അതുപോലെ തന്നെ സെൽസിന്റെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് FDA നിർണായക ഘടകമുണ്ട്. അപ്പോ എന്താണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടിഷ്യൂസിന്റെയോ സെൽസിന്റെയോ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് FDA റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഒരു നിർണായകമാണ്. ഓക്കെ, ഇനി എന്താണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ, എന്താണ് ഈ പല ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ള അല്ലെ, ഇപ്പോ സ്കാനുകൾ നടത്താം, പല ടെസ്റ്റുകൾ നടത്താം, അതിന്റെയൊക്കെ റിപ്പോർട്ട്. ഇനി എന്താ ബ്ലഡ് ഇഷ്യൂസ് രജിസ്ട്രേഷൻ അല്ലെ, രജിസ്റ്റർ ബ്ലഡ് ഇഷ്യൂ ചെയ്യുന്ന രജിസ്റ്റർ ഉണ്ടാവും. ഡെമോഗ്രാഫിക് ഡാറ്റ ഓഫ് ഡോണേഴ്സ് അല്ലെ, ഏജ്, സെക്സ്, അതുപോലെ തന്നെ ലൊക്കേഷൻ, ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഡാറ്റ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ഏജ്, സെക്സ്, പേര്, അഡ്രസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. എന്താണ്, ബ്ലഡ് സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്, ഡോണർ രജിസ്റ്റർ ആസ് പെർ FDA റിക്വയർമെന്റ്സ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ബ്ലഡ് ഇഷ്യൂ രജിസ്റ്റർ, ഡെമോഗ്രാഫിക് ഡാറ്റ ഓഫ് ഡോണേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് റിപ്പോർട്ട് അയച്ചു നോക്കാം കേട്ടോ.
Next topic നോക്കാം. A role of a database in HIS. Database is the heart of a hospital information system. Underline ചെയ്യാം. എന്താണ് database എന്ന് പറയുന്നത്? HIS-ന്റെ heart ആണ്, അല്ലെങ്കിൽ ഹൃദയമാണ്. Okay, heart ആണെന്ന് പറയുന്നുണ്ട്. It consists of an orderly written document encompassing the patient's documentation, health history, physical examination findings, laboratory reports, treatment, surgical procedures reports, and hospital courses. എന്താണ് ഈ പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഹിസ്റ്ററിയിലെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ഏതൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഏതൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുമായിട്ട് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ്, പേഷ്യന്റ് ഡീറ്റെയിൽസുകള്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ഫൈൻഡിങ്സ്, അവരുടെ എന്താ ടെസ്റ്റുകൾ നടത്തിയത്, സ്കാനുകൾ നടത്തിയത്, ലബോറട്ടറി റിപ്പോർട്ട്സുകൾ, ട്രീറ്റ്മെന്റ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ്, അതിന്റെ റിപ്പോർട്ടുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതൊക്കെ എന്താണ് ഡാറ്റാബേസിൽ HIS-ൽ അടങ്ങിയിട്ടുണ്ട്. When complete the record should contain the data to justify investigations, diagnosis, treatment, and length of stay, the results of care and future course of actions. അതുപോലെ തന്നെ എന്താണ് ഈ എന്താ പറയുന്നത്, ഈ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ, ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തിയിട്ട് ആയിട്ടുള്ള കാര്യങ്ങള്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, രോഗി കിടക്കുന്ന അല്ലെ ലെങ്ത് ഓഫ് സ്റ്റേ, ഇപ്പൊ ചിലപ്പോ 1 മാസം കിടക്കാം, 2 ആഴ്ച കിടക്കാം, അല്ലെ 6 മാസം വരെ കിടക്കാം, അല്ലെ അങ്ങനെയുള്ള അവരുടെ ലെങ്ത് ഓഫ് സ്റ്റേ, ഡ്യൂറേഷൻ,
അതുപോലെ തന്നെ റിസൾട്ട് ഓഫ് കെയർ, എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കണ്ടീഷൻ മോശമാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ബെറ്റർ ആകുന്നുണ്ടോ, എങ്ങനെയെല്ലാം നല്ല രീതിയിൽ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റും, അതിന്റെ റിസൾട്ടുകൾ, പിന്നെ കോഴ്സ് ഓഫ് ആക്ഷൻസ്, ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻസ്, ഇങ്ങനെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ നമുക്ക് എന്താണ് റെക്കോർഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ എല്ലാം ഡാറ്റകള് റെക്കോർഡിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇത് ബിക്കംസ് എ ടൂൾ. എന്താണ് HIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂളാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? എല്ലാ കാര്യങ്ങളും അല്ലെ, റെക്കോർഡുകള്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ടൂളാണ്. നമുക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തും അതിനകത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പൊ സ്റ്റാഫിന്റെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടതായാലും അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിലായിട്ടുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങളും എന്താണ് നമുക്ക് HIS-ലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകളായിട്ട്. HIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂളാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ടു പ്രൊവൈഡ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ among physicians, nurses and other allied health care professionals. അപ്പൊ എന്താണ് ഈ ഫിസിഷ്യൻസിന്, അതുപോലെ തന്നെ നഴ്സുമാർക്ക്, അതുപോലെ തന്നെ എന്താണ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അല്ലെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട് ഈ HIS പ്രവർത്തിക്കുന്നുണ്ട്. To provide continuity of a patient care, help in medical education and research. അതുപോലെ തന്നെ പേഷ്യൻസിന് എന്താണ് ഇപ്പൊ പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, മരുന്നുകളുടെ കാര്യങ്ങൾ എല്ലാം നമുക്ക് HIS ആ പേഷ്യന്റിന്റെ UHID വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അവർക്ക് എന്തൊക്കെ ബെറ്റർ കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ടിന്യൂറ്റി, ഇനി എന്തൊക്കെ മരുന്നുകൾ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നടത്താം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് HIS-ലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധ്യമാണ്. ഹെൽപ്പ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് നഴ്സുമാർക്കായാലും മറ്റു സ്റ്റാഫുകൾക്കായാലും ഡോക്ടേഴ്സിനായാലും അല്ലെ, റിസർച്ചേഴ്സിനായാലും മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും അവർക്ക് ഗവേഷണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുമുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ദി ക്വാളിറ്റി റിവ്യൂ ഓഫ് പേഷ്യന്റ് കെയർ. അതുപോലെ തന്നെ എന്താണ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടല്ലോ നമുക്ക്, പേഷ്യൻസിന് നല്ല രീതിയിൽ ക്വാളിറ്റി കൊടുക്കുന്നുണ്ടോ, ഏതെല്ലാം രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓഡിറ്റ് ചെയ്തപ്പോ ഓഡിറ്റ് പഠിച്ചല്ലേ എങ്ങനെയൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതായിട്ടുണ്ട്, എന്തെങ്കിലും നമുക്ക് എന്താണ് ഡൗൺ ആയി പോയിട്ടുണ്ടോ നമ്മുടെ കെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് HIS-ൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട്. To protect the physicians, the patient, the hospital, and help in third-party payment. അതുപോലെ തന്നെ ഫിസിഷ്യനെയും പേഷ്യന്റിനെയും ഹോസ്പിറ്റലിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി എന്നത് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? തേർഡ് പാർട്ടി ഏതായിരിക്കാം തേർഡ് പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം തേർഡ് പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തേർഡ് പാർട്ടി എന്താ? ഇൻഷുറൻസ് പേയ്മെന്റിന്റെ പേയ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ HIS-ലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പേയ്മെന്റ് നടത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Failure to maintain an accurate, timely and complete database spoils the usefulness of HIS. അതുപോലെ തന്നെ ഡാറ്റാബേസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ HIS നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് HIS കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി എന്താ മെഡിക്കൽ റെക്കോർഡ്സ് ആർ വാല്യുബിൾ ടു പേഷ്യന്റ്, ഫിസിഷ്യൻസ്, നഴ്സസ്
teachers, students, and healthcare institutions and research team, national and international organizations. ഇവിടെ പറയുന്നത് പേഷ്യൻസിന്, ഫിസിഷ്യൻസിന്, നഴ്സുമാർക്ക്, ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, അതർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, റിസർച്ച് ടീംസിന്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ എന്താണ് മെഡിക്കൽ റെക്കോർഡുകൾ വിലപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, അണ്ടർലൈൻ ചെയ്യാം. Medical record are valuable to physicians, patients, nurse, teachers, students, healthcare institutions, research teams, national and international organizations. Advantages of having a good database can be taken for advantages of XAS. നല്ലൊരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കുന്നതിന്റെ ഗുണങ്ങൾ, നമ്മുടെ ഡാറ്റാബേസിന് ഉണ്ടായിരിക്കുന്നതിന്റെ ഗുണങ്ങൾ HISന്റെ ഗുണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എന്തില് വരുന്ന ഡാറ്റാബേസ് എന്നുള്ളതിൽ അല്ലെ. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പോർഷനിൽ എന്തൊക്കെയാ പഠിച്ചത്? ഹാർട്ട് ആണ് അല്ലെ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. HISന്റെ ഹാർട്ട് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് HIS ഈ ഡാറ്റാബേസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, ഹെൽത്ത് ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ്, റിപ്പോർട്ടുകൾ, ട്രീറ്റ്മെന്റുകൾ, സർജിക്കൽ പ്രൊസീജിയർ, റിപ്പോർട്ടുകൾ, ഹോസ്പിറ്റൽ സ്പോർട്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും HISൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ്? The record should contain the data to justify investigations, diagnosis, treatment, and the length of stay, result of care, and the future course of actions. അപ്പോ ഇവയെല്ലാം ബന്ധപ്പെട്ട എന്താണ് ഡാറ്റകൾ നമ്മുടെ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ടതാണ്, അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇൻവെസ്റ്റിഗേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡയഗ്നോസിസ്, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ലെങ്ത് ഓഫ് സ്റ്റേ, അവരുടെ ഡ്യൂറേഷൻ, അവരുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡ്യൂറേഷനുകൾ, അതുപോലെ തന്നെ റിസൾട്ട് ഓഫ് കെയർ, നല്ല രീതിയിൽ കെയർ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ മോശമാകുന്നുണ്ടോ എന്നുള്ളതിന്റെ ആ റിസൾട്ടുകൾ, വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഇതൊക്കെ എന്താണ് ഈ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റകൾ, ഇവിടെയെല്ലാം ഡാറ്റകൾ മെഡിക്കൽ റെക്കോർഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി HIS എന്ന് പറഞ്ഞ ഒരു ടൂൾ ആണ്. എന്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടു പ്രൊവൈഡ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദി ഫിസിഷ്യൻ, നഴ്സ് ആൻഡ് അതർ അലൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്, അതുപോലെ തന്നെ നഴ്സുമാരൊക്കെ, ഫിസിഷ്യൻസിനൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുത്താനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ കൊടുക്കാനായിട്ടും, ഇമ്മീഡിയറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, റിസർച്ചുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പേഷ്യന്റിന് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നുണ്ടോ, അതിന്റെ റിവ്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ. ഇൻഫർമേഷൻസ് എങ്ങനെയെല്ലാം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും, എവിടെയെല്ലാം ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെന്താ? ഫിസിഷ്യൻസ്, പേഷ്യന്റ്, ഹോസ്പിറ്റൽ ആൻഡ് തേർഡ് പാർട്ടി പേയ്മെന്റ്, നമ്മൾ ഫിസിഷ്യൻസിനെയും രോഗികളെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് HIS സഹായിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി പേയ്മെന്റ് നടത്താനായിട്ട് HIS സാധ്യമാണ് അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെന്റുകൾ അടച്ചു തീർക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇൻഷുറൻസ് ആണ് കേട്ടോ. പിന്നെന്താ പറയുന്നത്? failure to maintain the accurate, timely and complete database spoils the usefulness of HIS. എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതർവൈസ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? HIS നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഡാറ്റാബേസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ HIS നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? വാല്യുബിൾ ടു patient, physicians, nurses, teachers, students, and other healthcare institutions, research teams, national and international organizations. അപ്പോൾ patient തൊട്ട് international organization വരെ അല്ലെ, patient ആവാം, physician ആവാം, അതുപോലെ തന്നെ നഴ്സുമാര്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, റിസർച്ച് ടീമുകൾ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനൊക്കെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്
വിലപ്പെട്ടതാണ്, വാല്യബിൾ വിലപ്പെട്ടതാണെന്നാണ് പറയുന്നത്. Advantages of having a good database can be taken from advantages of HIS. എന്താണ് നല്ലൊരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കുന്നതിന്റെ ഗുണങ്ങൾ, HISന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ.
പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞാ പറയട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. Need for networking in HIS. Networking plays an important role in the hospital information system with the new applications that improve patient care and drive down spiraling healthcare cost. However, rapid changes in next generation wired and wireless healthcare applications means that the network is no longer an option but is necessity. HIS providers are under increasing the pressure to provide an infrastructure that can be optimized for these next generation applications. Applications such as EMR, electronic medical records and wireless monitoring, and the increasing the use of handheld devices and broader imaging distributions all drive the need for network upgrades to provide a more robust, higher performing and secure network infrastructure. This infrastructure is critical to reduce the staff wait time and allow staff and patient mobility, equipment tracking, and the broader integration of the system. Okay, എന്താണ് need of networking HIS എന്ന് പറയുന്നത്? എന്താണ്? ആശുപത്രി വിവര സംവിധാനത്തില് നെറ്റ്വർക്കിംഗ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. ആശുപത്രിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് അവിടെ ഇവിടെയൊക്കെ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളാണ് അല്ലെ. ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് ആശുപത്രി സംവിധാനത്തില് അല്ലെങ്കിൽ ആശുപത്രിയിൽ എന്താണ് നെറ്റ്വർക്കിംഗ് സംവിധാനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. രോഗി പരിചരണം മെച്ചപ്പെടുത്താനായിട്ട് വർദ്ധിപ്പിച്ചു വരുന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കുറയ്ക്കുന്നതിന് പുതിയ അപ്ലിക്കേഷനുകൾ വരുന്നുണ്ട് ഇല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ വർക്ക്സ് ഒക്കെ ആണെങ്കിൽ അതിന് ഭയങ്കര ചെലവാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അല്ലെ, അത് നമ്മള് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എന്താണ് വീണ്ടെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ വന്നപ്പോ തന്നെ എന്താണ് നമുക്ക് പകുതി പണി കുറഞ്ഞെന്ന് പറയാൻ പറ്റും അല്ലെ. അവിടെയുള്ള സ്റ്റാഫുകൾക്കായാലും എറേഴ്സ് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരുടെ ജോലികൾ ചെയ്ത് തീർക്കാം. വളരെ ടൈം കൺസ്യൂമിങ് ആണ്, ടൈം സേവിങ് ആണല്ലേ. ടൈം സേവ് ചെയ്യാനായിട്ടും കോസ്റ്റ് സേവ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടൈമൊക്കെ രോഗികളുടെ കൂടെ ഇരുന്ന് രോഗികളെ പരിചരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങളാണ് അല്ലെ. എന്നിരുന്നാലും അടുത്ത തലമുറയിലെ വയർലെസ് ആരോഗ്യ സംരക്ഷണ ആപ്ലിക്കേഷനിലെ ദ്രുതഗതിയിലുള്ള മാറ്റങ്ങള് നെറ്റ്വർക്ക് ഇനി ഒരു ഓപ്ഷൻ അല്ല, മറിച്ച് ഒരു ആവശ്യകതയായിട്ട് ആണ് എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പറഞ്ഞത് കേട്ടിട്ടുണ്ടാവാറുണ്ട്.
എന്താണ് പല മാറ്റങ്ങളും വരുമ്പോ അതോടൊപ്പം നമ്മളും ചേഞ്ചസ് ചെയ്യണം അല്ലെ. നമ്മളിപ്പോ എന്താ പഴയ ടി വി ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ? നിങ്ങളുടെ വീടുകളിൽ പഴയ ടിവികൾ ഉണ്ടോ? ഇല്ല. LED TV, LCD TV അങ്ങനെയുള്ള ടിവികളായിരിക്കും ഇല്ലേ ഭൂരിഭാഗം ആളുടെ വീട്ടിലല്ലേ. എന്താണ് ചേഞ്ചസ് സംഭവിച്ചു അല്ലെ, ചേഞ്ചസ് വന്നു. ഇപ്പൊ കാറില്ലാത്ത ഒരാളുടെ വീട്ടിൽ പോലും കാറില്ലാത്ത ഒരു ആൾക്കാരുണ്ടാവില്ല അല്ലെ. ഏതൊരു ചെറിയ വീടായിട്ടുണ്ടെങ്കിലും അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിക്കാറ് കാണാൻ പറ്റും നമുക്ക് ഇല്ലേ. അതൊക്കെ എന്താ ചേഞ്ചസ് സംഭവിച്ചു അല്ലെ. പഴയ രീതിയിൽ നിന്ന് ആളുകൾ മാറി ചേഞ്ചസ് ആവാനായിട്ട് തുടങ്ങി അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ആ ചേഞ്ചസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു ആവശ്യകതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഏതൊരു സോഫ്റ്റ്വെയർ സംവിധാനം വരണം, സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് പല ഹോസ്പിറ്റലുകളും മാറിക്കഴിഞ്ഞു. ഇനി എന്താണ് ഈ അടുത്ത തലമുറ ആപ്ലിക്കേഷനുകൾക്കായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് കഴിയുന്ന സർവർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് HIS ദാതാക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു സമ്മർദ്ദത്തിലാണ്. പ്രഷർ അവർക്ക് ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ. ഒരു സംവിധാനം HIS സംവിധാനം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള പ്രഷറുകളും അതിനകത്തുണ്ട് അല്ലെ. നമുക്കറിയാം ഈ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷനുകളൊക്കെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിലും അവർക്ക് കൺസേൺ ആശങ്കയിലാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അവർക്കും അതിൻ്റെതായിട്ടുള്ള നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതൊരു കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള പാടുകളുണ്ട് അല്ലെ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴാണ് നല്ല രീതിയിലാണ് അല്ലെ. പക്ഷെ ഏത് കാര്യവും പെർഫെക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പാടുകളുണ്ട്. ഇനി എന്താ പറയുന്നത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ EMR, വയർലെസ് മോണിറ്ററിങ്, ഹാൻഡ് ഹെൽഡ് ഉപകരണങ്ങളെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം, വിശാലമായ ഇമേജ് വിതരണം എന്നിവ എല്ലാം കൂടുതൽ ശക്തവും ഉയർന്ന പ്രകടനവും സുരക്ഷിതവുമായിട്ടുള്ള നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിന് നെറ്റ്വർക്ക് അപ്ഗ്രേഡുകളുടെ ആവശ്യകതയെ പ്രേരിപ്പിക്കുന്നു. ജീവനക്കാരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ജീവനക്കാരുടെയും രോഗികളുടെയും മൊബിലിറ്റി ഉപകരണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സിസ്റ്റങ്ങളുടെ വിശാലമായ സംയോജനം ഈ അടിസ്ഥാന സൗകര്യം നിർണായകമാണ് അല്ലെ. എല്ലാ കാര്യത്തിലും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഏതൊരു സംവിധാനം ഉപയോഗിച്ചു കഴിഞ്ഞാലും അവിടെ അതിന്റെ പിന്നിൽ ആരാണ് നെറ്റ്വർക്ക് സംവിധാനങ്ങൾ വേണം അല്ലെ. ഇപ്പോ സമയം കുറിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാനായിട്ടും അല്ലെ. എറേഴ്സ് ഇല്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആരെ ആവശ്യമാണ് അവിടെ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. Even with the need to control cost, HIS providers are still expected to fund network growth as more and more devices are connected by the wired and wireless network. Although higher performance and lower total cost of ownership may be conflicted goals, hospitals find HIS exceeds performance and cost expectations, but can do so while providing a more secure and flexible network infrastructure that can scale to meet growing connectivity demands. And depending on the size and the functions of institutions, hospital network architecture can vary significantly in complexity and scope. Although the basic architecture for a hospital network is similar to the architecture of other campus network, responding to the dynamic changes in improved patient care and post control requires significantly more planning and strategy than the previously required. HIS network demand greater flexibility in supporting a wide range of medical devices. Applications included EMR,
PACS, collaboration and held devices, wireless patient monitoring and other services. As more wire and wired and wireless services are used, and the network must support patient care, and efficient network is no longer luxury, it is a necessity. എന്താ പറയുന്നത്, ഇവിടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാര് ആഗ്രഹിക്കുന്നത് എന്താണ്? നെറ്റ്വർക്ക്സ് ഒക്കെ വളരെ ഫാസ്റ്റ് ആക്കണമെന്ന്, അതുപോലെ തന്നെ പരമാവധി കോസ്റ്റ് കുറച്ചുകൊണ്ട് നെറ്റ്വർക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനെന്താണ്, ഈ രണ്ടും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്താണ്, വളരെ നല്ല രീതിയിൽ നെറ്റ്വർക്കുകൾ ഫാസ്റ്റ് ആക്കാനായിട്ടും കോസ്റ്റ് കുറയ്ക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളില് രണ്ടിലും എന്തുണ്ടാക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, തർക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാല് അങ്ങനെ പറയുമ്പോൾ എന്താണ്, പെർഫോമൻസ് കൂടിക്കഴിഞ്ഞാല് കോസ്റ്റ് കൂടും അല്ലെ. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ എന്താണ്, അതിന് കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി കോസ്റ്റ് കുറച്ചിട്ടുള്ള, ചിലവ് കുറച്ചിട്ടുള്ള അതാണെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല അല്ലെ. കോസ്റ്റ് കുറവാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് കോസ്റ്റ് കുറവാണെങ്കിൽ അത്രയും ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. നല്ല വില കൂടുതലുള്ള സാധനങ്ങളാണെങ്കിലോ അതിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവും ഇല്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിലുള്ള HIS എന്നാൽ പെർഫോമൻസ് എക്സീഡ് ചെയ്യാനായിട്ടും കോസ്റ്റ് മാനേജ് ചെയ്യാനായിട്ടും സെക്യൂരിറ്റി ഫ്ലെക്സിബിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്സുകൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം. കൂടുതൽ കമ്പ്യൂട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ആയിട്ടുള്ള നെറ്റ്വർക്ക് സംവിധാനങ്ങളാണ് ഹോസ്പിറ്റലിൻ്റെത് എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് വരുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ് ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ സൈസ്, അവിടുത്തെ ഫംഗ്ഷൻ അനുസരിച്ച് അവിടുത്തെ നെറ്റ്വർക്ക് ചിലപ്പോൾ സിമ്പിൾ ആവാം, കോംപ്ലക്സ് ആവാം. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവിടുത്തെ പ്രവർത്തനം. പക്ഷെ വളരെ രീതിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇത്തിരി കോംപ്ലക്സ് ആയിരിക്കും അല്ലെ. അത് നമ്മൾ സാധാരണ ലോജിക്കായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ വലിയ വലിയ ക്യാമ്പസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, അതുപോലെ തന്നെ ക്യാമ്പസ് പോലെ തന്നെയാണ് എന്താണ് ഈ സംവിധാനങ്ങൾ, ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ഹോസ്പിറ്റലില് കുറെ കൂടി ഡിജിറ്റൽ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഓരോരോ മേഖലകളിലും ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും ഡിജിറ്റൽ സംവിധാനത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കോസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇവിടെ എന്താ EMR, അതുപോലെ തന്നെ കൊളാബറേഷൻ, ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, വയർലെസ് പേഷ്യന്റ് മോണിറ്ററിങ്, അതർ സർവീസസ്, അങ്ങനെയുള്ള എന്നിവയുടെ വൈവിധ്യമാർന്ന മെഡിക്കൽ ഉപകരണങ്ങളെയും അപ്ലിക്കേഷൻസിനെയും പിന്തുണയ്ക്കുന്നതിൽ HIS നെറ്റ്വർക്കുകൾ അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും ആവശ്യമാണ്. ഇതൊക്കെ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാനായിട്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് HIS സംവിധാനങ്ങൾ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. കൺസെപ്റ്റ് വായിച്ചു നോക്കാം കേട്ടോ. Picture a craving
communication system. Picture a craving. Communication system. Oh. Picture archiving and communication system. അയച്ചു നോക്കാം. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി മിസ് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് മൊഡ്യൂൾ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, സ്റ്റാർ ഒക്കെ ഇട്ടോ എല്ലാവരും? പുൽക്കൂടൊക്കെ കിട്ടിയോ? ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കും കേട്ടോ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.